എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരിക്കണമെന്ന്, അല്ലേ? കാരണമറിയാമല്ലോ, 1000-ൽ ഒരുവന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാവരിൽ നിന്നും മാറി ചിന്തിച്ച് പറ്റും. എന്നാൽ എല്ലാവരുടെയും ഇടയിൽ കോമാളിയാകാനും പാടില്ല. ഇത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. സ്വന്തമായി ഉള്ള വിലയെ നഷ്ടപ്പെടുത്താതിരിക്കുകയാണ് ആദ്യം വേണ്ടത്. ആദ്യം നമ്മുടെ വില നഷ്ടമാകുന്ന സ്ഥാനങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് കഴിവതും അങ്ങോട്ട് എത്താതിരിക്കുക. കളിയാക്കാൻ വരുന്നവരോട് ദേഷ്യപ്പെട്ടാലും നമ്മുടെ വില നഷ്ടമാകും. ഒരുപാട് നെഗറ്റീവ് ചിന്താഗതിക്കാരുടെ ഇടയിലാണ് നാം ജീവിക്കുന്നതെന്ന കാര്യം പ്രത്യേകം ഓർമ്മയിലുണ്ടാവണം. നിങ്ങൾ ചെയ്യുന്നതിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ് എല്ലാവരുടെയും ആദ്യത്തെ ഇഷ്ടം. രണ്ടാമത്തെ ഇഷ്ടമാണ് ഉപദേശിക്കുക. എല്ലാവർക്കും അറിയാം ഈ 2 കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്നതെന്ന്. എന്നാലും ആരും ഈ 2 കാര്യങ്ങളെയും വിടാനും തയ്യാറല്ല. ശ്രീ ചാണക്യാചാര്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വളരെ നല്ല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യസ്മിൻ ദേശേന സമ്മാനോ ന വിത്തീർണ ച ബാന്ധവ ന ച വിദ്യാഗമ കശ്ചിത് തം ദേശം പരിവർജയേൽ. ഈ ശ്ലോകത്തിന്റെ സാരാർത്ഥം ഇതാണ്: ഏത് നാട്ടിലാണോ തനിക്ക് ആദരവ്, തനിക്ക് ഉചിതമായ തൊഴിൽ, ബന്ധുക്കൾ, വിദ്യ നേടാനുള്ള സൗകര്യം എന്നിവയില്ലാത്തത് അവിടം ഉപേക്ഷിക്കേണ്ടതാണ്. അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്. ആദ്യം സ്വയം രക്ഷപ്പെടുക. സ്വന്തം മാനം പോകാതെ കാക്കുക. സ്വന്തം വില കളയാതിരിക്കുക. നമ്മൾ എവിടെയൊക്കെയാണ് നമ്മുടെ വില നഷ്ടപ്പെടുത്തുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേത്, കൂടുതൽ പത്രാസം ജാടയെ കാണിച്ചു നടക്കുന്നവന്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് മിണ്ടാൻ പോകും. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഇങ്ങനെയൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനി വേണ്ട. രണ്ടാമത്തേത്, പറ്റില്ല എങ്കിലും വാക്ക് നൽകുക. ഇത് നമ്മുടെ വില പാടെ നശിപ്പിച്ചു കളയുന്ന ഒന്നാണ്. പറ്റാത്ത കാര്യമെന്നറിഞ്ഞാൽ ഏൽക്കാൻ നിൽക്കരുത്, വാക്കും കൊടുക്കരുത്. മൂന്നാമത്തെ കാര്യം ഇതാണ്: നിങ്ങളെ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നവരോട് ഒട്ടാൻ പോകുക. ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടുകയാണോ അവഗണിക്കുകയാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എല്ലാവർക്കുമുണ്ട്, അല്ലേ? അവഗണിക്കുന്നവരോട് അടുപ്പം കാണിക്കാൻ ചെന്നാൽ അവിടെ മാത്രമല്ല നിങ്ങളുടെ വില പോകുന്നതെന്ന് മനസ്സിലാക്കുക. നാലാമത്തേത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, എപ്പോഴും ആരെയും സഹായിക്കാൻ ചെല്ലുന്നത്. അങ്ങനെ സഹായിക്കാൻ ചെന്നാലും നിങ്ങളെ വിലമതിക്കില്ല. ഈ പറഞ്ഞത് സത്യമല്ലേ? അർഹിക്കാത്തവർക്ക് ഉപദേശം, ധനം, സഹായം ഇതൊന്നും പാടില്ല. പരസഹായം ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ പരസഹായവും നമ്മളുടെ വില കളയുന്നു. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകൾ കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.